അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം എതിർത്ത് പോലീസും കേസിലെ പ്രതിയായ പി ദിവ്യയും രംഗത്ത്. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. പോലീസ് നൽകിയ അവസാന റിപ്പോർട്ടിൽ പല രേഖകളും സാക്ഷിമൊഴികളും തെളിവുകളും മറച്ചുവെന്നും പ്രതിയായ ദിവ്യയെ സഹായിക്കുന്ന വിധത്തിലാണ് പലതും രേഖപ്പെടുത്തിയതെന്നുമാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഹർജി നിയമപരമായും വസ്തുതാപരമായും നിലനിൽക്കില്ലെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു പുറമെ തുടരന്വേഷണ ഹർജിയെ പ്രതിയായ പി ദിവ്യയും എതിർത്തു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി 23ലേക്ക് മാറ്റിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞതിന് വിരുദ്ധമായ വിവരങ്ങളാണ് പോലീസ് റിപ്പോർട്ടിൽ ഉള്ളതെന്നും ശ്രദ്ധേയമാണ്. നവീൻ ബാബു തന്റെ ചേംബറിൽ വന്ന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ കാര്യം അന്നു തന്നെ മന്ത്രിയെ അറിയിച്ചെന്ന് കളക്ടർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി റവന്യൂ മന്ത്രി കെ രാജൻ നിഷേധിക്കുകയാണ് ചെയ്തത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് ആദ്യം കണ്ടെത്തിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഭാര്യ കെ മഞ്ജുഷ രംഗത്തെത്തി. ഭർത്താവിന്റെ മരണത്തിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും ഭീഷണിയുമാണെന്ന് അവർ ആരോപിച്ചു. റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനുമായി നവീൻ ബാബുവിന് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇത് അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നെന്നും അവർ ആരോപിച്ചു. ഈ പ്രശ്നങ്ങളാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് അവരുടെ പ്രധാന വാദം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലായിരുന്നുവെന്നും ചിലർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്നും ആരോപിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ വീണ്ടും തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജിയിൽ പോലീസും പ്രതിഭാഗവും എതിർപ്പുന്നയിച്ചതോടെ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിലാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ 2024 ഒക്ടോബർ 14നും 15നും കളക്ടർ റവന്യൂ മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കളക്ടറുടെ മൊഴി പൂർണ്ണമായും മന്ത്രി തള്ളിയിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ശനിയാഴ്ച മന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും ലഭ്യമായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബു ജീവനെടുക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിനെത്തിയ പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചുവെന്നാണ് കേസ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും പത്തനംതിട്ടയിൽ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ ശരിയാവില്ലെന്നും ദിവ്യ പ്രസംഗത്തിൽ പറഞ്ഞതായി ആരോപണം ഉയർന്നിരുന്നു. ഈ പ്രസംഗത്തിൽ മനംനൊന്താണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്ന് പോലീസിന്റെ പ്രധാന കണ്ടെത്തൽ. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പി ദിവ്യയെ ഏക പ്രതിയാക്കി രേഖപ്പെടുത്തി. ദിവ്യയുടെ അധിക്ഷേപം ആസൂത്രണമായിരുന്നുവെന്നും ഇതിൽ മനംനൊന്താണ് നവീൻ ബാബു ജീവനൊടുക്കിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിന്റെ പിന്നിൽ പി ദിവ്യയുടെ പരസ്യമായ അധിക്ഷേപമാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിരുന്നു. കളക്ടറേറ്റിലെ ജീവനക്കാരും ദിവ്യയ്ക്ക് എതിരെയാണ് മൊഴി നൽകിയത്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാർട്ടി ചുമതലകളിൽ നിന്നും CPM ദിവ്യയെ ഒഴിവാക്കിയിരുന്നു. നിലവിൽ കേസ് കോടതിയുടെ പരിഗണനയിലാണ്.